ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്തിൽ കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഇയ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫോട്ടോയെ, നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോയെ എങ്ങനെ അതൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കി മാറ്റാം. ഇത് പലർക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമുള്ള സമയത്ത് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്ത് അത് പ്രിന്റ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 100-150 രൂപയുടെ ചെലവ് വരും. പക്ഷെ വെറും 25 രൂപയ്ക്ക് 10 അതിൽ കൂടുതലോ ഫോട്ടോസ് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും, അതായത് നമ്മുടെ പ്രത്യേകിച്ച് പറയാം ഫോണിലുള്ളത്, നമുക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നും വേണമെന്നില്ല. നമ്മുടെ ഫോണിൽ നമ്മുടെ സാധാരണ നേരെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് അതിനെങ്ങനെയൊക്കെയാണ് മാറ്റേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി തരും. അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ് തീരുന്നതൊക്കെ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ അതിൽ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡ്രസ് കോഡ് വരെ ഇതിന് മാറ്റാൻ സാധിക്കും. പക്ഷേ ഈ സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അല്ലാതെ നമുക്ക് HD ആയിട്ടുള്ള ഒരു ഫയല് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫയല് നമ്മൾ PDF ആയിട്ടോ അല്ലെങ്കിൽ JPG ആയിട്ടോ ഡൗൺലോഡ് ചെയ്യാം. ഈ ഫയൽ കൊണ്ടിട്ട് നമ്മൾ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്ന എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ A4 ഷീറ്റിലോ അല്ലെങ്കിൽ 6x4 പേപ്പറിലോ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കുറവിൽ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടും. ഇത് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ പിന്നീട് അതിൽ ഉണ്ടാവുള്ളൂ. ഇതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് മൊബൈലില് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് കട്ട്ഔട്ട് പ്രോ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ cutout.pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് കാണാം. അതിൽ പാസ്പോർട്ട് ഫോട്ടോ മേക്കർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പാസ്പോർട്ട് ഫോട്ടോ മേക്കർ എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ വരും. അപ്പൊ അതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഗാലറിയിൽ നിന്ന് ഏതാണോ നമുക്ക് പാസ്പോർട്ട് സൈസ് ആയി കിട്ടേണ്ട ഫോട്ടോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണ, അതായത് നേരെ ആയിട്ട് നിൽക്കണ ഒരു രീതിയിലുള്ള ഫോട്ടോ ആയാൽ മാത്രം മതി. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റാം. അപ്പൊ അതിൽ ഫോട്ടോ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് അടുത്ത ടാബില് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനുള്ള ഓപ്ഷൻ കാണാം. അപ്പൊ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ് കോഡ് മാറ്റാണ്. ആണുങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ രീതിയിലുള്ളത്, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ രീതിയിലുള്ള, പിന്നെ കുട്ടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രീതിയിലുള്ള, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇതിലുണ്ട്. പക്ഷെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിൽ ID അത് സൈൻ ഇൻ ചെയ്താൽ മാത്രമാണ് സാധിക്കുള്ളൂ. ഇനി നമ്മൾ ആദ്യത്തെ ഇതിലേക്ക് തന്നെ പോവാം. അപ്പൊ അതില് പേപ്പർ സൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഫോട്ടോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെ മോഡൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതായാലും കുഴപ്പമില്ല. പിന്നെ അതിൽ പേപ്പർ സൈസ് ഉണ്ട്. അതിപ്പോ 6x4 ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ A4 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A4 സെലക്ട് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ പ്രിവ്യൂവില് എത്ര ഫോട്ടോസ് ആ ഒരു ഓപ്ഷനിൽ കിട്ടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് 6x4 ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 8 ഫോട്ടോസും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ അത് കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാൻ 6x4 ആണ് സെലക്ട് ചെയ്താക്കുന്നത്. അതിൽ എന്നിട്ട് ഡൗൺലോഡ് HD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോയുടെ PDF ഫയലോ അല്ലെങ്കിൽ ഇമേജ് ഫയലോ ആയിട്ട് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഫോട്ടോ പ്രിന്റ് എടുക്കുന്ന ആൾക്കാർക്ക് അത് മെയിൽ ത്രൂ അല്ലെങ്കിൽ പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പിലായാലും ഡോക്യുമെന്റ് ആയിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് അപ്പൊ തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് തരാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.